ഹായ് നമസ്കാരം, ഞാൻ ഉദയൻ കലാനികേതൻ. എന്നും വ്യത്യസ്തരായ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന കലാനികേതന്റെ യാത്രയിൽ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത് അമൃത TV സൂപ്പർ സ്റ്റാറിൽ പാട്ടിന്റെ പാലാഴി തീർത്ത നിഷ്കളങ്കതയുടെ പര്യായം എന്ന് തന്നെ പറയാം. മറ്റാരുമല്ല, നമ്മുടെ അർജുനാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. നിറഞ്ഞ സ്നേഹത്തോടെ അർജുനെ സ്വാഗതം ചെയ്യാം. നല്ല നല്ല പാട്ടുകളും അടിപൊളി തമാശയും കുസൃതി ചോദ്യങ്ങളുമായി ഇന്ന് നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളും കൂടെ ഉണ്ടാകണം. അർജുൻ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹ സ്വാഗതം. നമസ്കാരം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഇന്നത്തെ ഞങ്ങളൊരു എപ്പിസോഡിൽ അർജുൻ നമ്മളോടൊപ്പം കിട്ടിയതിന് വലിയൊരു ഭാഗ്യം. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു ഏരിയ അടുത്തായിട്ട് വരും അർജുൻ. അപ്പോൾ അതിലെ കൂടി ഒരു സന്തോഷം കൂടി അറിയിക്കുകയാണ്. ഇപ്പോൾ പ്രോഗ്രാമിലൊക്കെ വന്നു, ഒരുപാട് പേരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാരെ ചോദിക്കും അർജുൻ അല്ലേ, അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്. എന്ത് തോന്നുന്നു ആ പഴയ ഒരു രീതിയിൽ നിന്നും പുതിയ ഒരു അല്ലെങ്കിൽ 5 പേര് തിരിച്ചറിഞ്ഞു തുടങ്ങിയ ഒരു സമയത്തേക്ക് എന്താണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്? വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ മുമ്പൊന്നും അത്ര ആൾക്കാർ ഇങ്ങനെ അറിയത്തില്ലായിരുന്നു. ഇപ്പോ നമുക്ക് 4 ആൾ ചോദിക്കും സൂപ്പർ സ്റ്റാറിൽ പാടുന്ന അർജുനല്ലേന്ന്. അപ്പൊ അച്ഛൻ റോട്ടിൽ കൂടെ പോകുമ്പോഴും അച്ഛൻ ചോദിക്കും അർജുൻ്റെ അച്ഛനല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. നേരത്തെ പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടുണ്ടോ? ഇതിൽ വരുന്നതിന് മുന്നേ ഇപ്പോൾ അമൃത TV വരുന്നതിന് മുമ്പ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ഓഡിഷന് പോയി സെലക്ഷൻ കിട്ടി. എങ്ങനെയായിരുന്നു പ്രോഗ്രാമുകളുടെ എൻട്രി? എങ്ങനെയായിരുന്നു പ്രോഗ്രാം കിട്ടാൻ കാരണം എൻ്റെ സ്വന്തം മാഷായ ബാബു സാറാണ്. ബാബു സാർ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്കിങ്ങനെ അടുത്തൊരു ഷോൻ്റെ കാര്യം പറഞ്ഞെടുത്ത്. അപ്പം നമ്പർ തന്നു, നമ്മൾ അതിനകത്ത് കോൺടാക്ട് ചെയ്ത്. അപ്പം തന്നെ അവർ വരാൻ പറഞ്ഞു, പാടി സെലക്ഷൻ കിട്ടി. അതിലുള്ള എല്ലാ പാട്ടും എൻ്റെ ബാബു സാറാണ് പഠിപ്പിച്ചു തന്നത്. അങ്ങനെ ഇപ്പം ഈ ഷോയിൽ പാടിയ പാട്ടും എല്ലാം ബാബു സാറിന് ഒരു ബിഗ് സല്യൂട്ട് ഞാനും കൊടുക്കുകയാണ്. എവിടെ ഓഡിഷൻ എവിടെ വെച്ചായിരുന്നു? ഓഡിഷൻ ആദ്യം തിരുവനന്തപുരത്തായിരുന്നു. അത് തിരുവനന്തപുരം പേട്ട ആ ഭാഗത്തൊക്കെയാണ്. പിന്നെ അവിടെ സെലക്ഷൻ കിട്ടി. പിന്നെ എറണാകുളം വൈറ്റില അവിടെ സ്റ്റുഡിയോയുടെ അടുത്ത് സ്റ്റുഡിയോ തന്നെയായിരുന്നു ഓഡിഷൻ. മോന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഞാൻ ഇതിലേക്ക് എത്തിപ്പെടും എന്ന്? പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഇവിടെ നിന്ന് പോയ സമയത്ത്? ഉണ്ടായിരുന്നു. സാറ് പാട്ട് പഠിപ്പിച്ചുകൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. കിട്ടിയപ്പോ എന്ത് തോന്നി? ആദ്യം ആരെ വിളിച്ച് പറഞ്ഞത്? ആദ്യം എന്റെ സാറിനെ തന്നെ വിളിച്ചു പറഞ്ഞത്. അച്ഛനമ്മക്ക് ഒരുപാട് സന്തോഷമായി. നല്ല സന്തോഷം മോനെ. അതുപോലെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമില് കുറച്ച് കുസൃതി ചോദ്യങ്ങളായിട്ടൊക്കെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചോദ്യം ചോദിച്ചാൽ ആൻസർ പറഞ്ഞാൽ അതിനുള്ള ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം നമ്മളോട് തരും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഒരുമിച്ച് കൂടുമ്പോൾ നിലവിളിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെ അറിയാമോ? ഒരുമിച്ച് കൂടുമ്പോൾ നിലവിളിക്കുന്ന അക്ഷരങ്ങൾ. ചിന്തിക്കാൻ സമയമുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പറഞ്ഞാലും മതി. മനസ്സിൽ ഇവിടെ ഇങ്ങനെ വെച്ചേക്കണം, സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം. ഓക്കെ. മോൻ ഏതാ ക്ലാസ്സിൽ പഠിക്കുന്ന? ഞാൻ ഇപ്പോ 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്. ഏത് സ്കൂളിൽ? ഇവിടെ ഇടവല്ലേ? ലിറ്റിൽ ഫ്ലവർ. എങ്ങനെയാണ് സ്കൂളിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സ്കൂളിൽ നിന്ന് എങ്ങനെ ടീച്ചേഴ്സും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാം? ഫ്രണ്ട്സ് എല്ലാം ഫുൾ സപ്പോർട്ടാണ്. അവർ നോട്ട്സ് ഒക്കെ എഴുതി തരാറുണ്ടോ? എല്ലാം ഞാൻ അവരെ കൊടുക്കുമ്പോൾ അവരെല്ലാം എഴുതിക്കൊണ്ടുവരും. പ്രോഗ്രാം കഴിഞ്ഞാൽ ഹെൽപ്പ് ഉണ്ടോ? എഴുതി തരാറുണ്ടോ? ഒത്തിരി ഫ്രണ്ട്സിന് ഒരു ഗ്യാങ് തന്നെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരുപാട് ഫ്രണ്ട്സിന്റെ ഒരു വലയത്തിലാണ് അർജുൻ എന്നാണ് അറിയപ്പെടുന്നത്. മോനെ, ആ ഷാനിക്ക പറഞ്ഞ അർജുൻ ഒരു അത്ഭുതം എന്ന് പറയുണ്ടായി. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? എന്തായിരുന്നു? ഒരു പാട്ടിന്റെ സംഭവം എനിക്കറിയാം. എന്തായിരുന്നു സംഭവം? അത് ഞാൻ മകളെ പാതി മലരി ആ പാട്ടായിരുന്നു അത്. അപ്പൊ ഞാൻ പാടിയ ഫീലിലാണ് ഷാനിക്ക അങ്ങനെ പറഞ്ഞത്. അപ്പൊ ആ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അടുത്ത് പാടിക്കൊടുത്താലോ? പാടാം. കുഞ്ഞു താരമായി ദൂരെ വന്നു നീ മിന്നി നിന്നിരുന്നോ മനേ, അന്നുറങ്ങാത്ത രാത്രിയിൽ നിന്റെ ഓർമ്മ തൻ നോവറിഞ്ഞു ഞാൻ തഴുകി വീണ്ടും ഒരു കാറ്റിലാടാതെ കാത്തിടും മനം കൺമണി അലസമൃദുലമഴകേ ആരിരാരിരാരിരോ ആരിരാരിരാരിരോ മകളെ പാതി മലരേ നീ മനസ്സിലെന്നെ അറിയുന്നു. അർജുൻ ഒരു രക്ഷയില്ലടാ മോനെ. ആ മകളെ എന്നുള്ള സൂപ്പർ. അപ്പൊ ആ മകളെ എന്ന് വിളിച്ചതാണ് ഷാനക്ക അങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാനും പറയാണ് അർജുൻ ഒരു അത്ഭുതം തന്നെയാണ്. മോനെ കിട്ടിയ വലിയൊരു ഭാഗ്യം എന്തെന്നറിയാമോ? ഒരു വലിയൊരു പ്ലാറ്റ്ഫോം
അതിലുപരി ഒരു ഇടിവെട്ട് ജഡ്ജിങ് പാനൽ, അല്ലെങ്കിൽ ശരത് സാർ ആയാലും അല്ലെങ്കിൽ മഞ്ജരി മാം ആയാലും അല്ലെങ്കിൽ ഷാനിക്കായാലും ഒരു വലിയ അവർ എന്താ പറയുക അറിവിൻ്റെ നിറവിടങ്ങളാണ് അവരിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവും മോന് അത് ഓരോ മുന്നോട്ടുള്ള കാര്യത്തിന് പ്രയോജനപ്പെടും. ഗ്രൂമിങ് സെഷൻ ആയാലും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ മോന് കിട്ടിയ സപ്പോർട്ട് മീൻസ് ഫീഡ്ബാക്ക് എന്തൊക്കെയായിരുന്നു അവിടെ നിന്ന് കിട്ടിയത്? അവിടെ നിന്ന് കിട്ടിയത് എനിക്ക് പാടാനുള്ള ഒരു ഇത് പ്രോത്സാഹനം എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഞാൻ പാടുമ്പോൾ എനിക്ക് ഈ സംഗതികളും വീഴത്തില്ലായിരുന്നു. അപ്പോൾ ഗ്രൂമേഴ്സാണ് എനിക്ക് ആ സംഗതികൾ പഠിപ്പിച്ചു തന്നത്. പിന്നെ ശരത് സാറ് ഓരോ ഇങ്ങനെ പാടാനുള്ള ടിപ്സ് പറഞ്ഞു തരും. ഫുള്ള് കോമഡിയാണ്. ചിലപ്പോഴൊക്കെ വഴക്ക് പറയും, തമാശയ്ക്ക് വഴക്കൊക്കെ പറയും. അതെല്ലാം തമാശയ്ക്കായിരിക്കും. പിന്നെ ഞാൻ ഈ നില എത്താൻ കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരാണ്. തീർച്ചയായിട്ടും ആ പ്രേക്ഷക സപ്പോർട്ടാണ്. തീർച്ചയായും അർജുൻ ഞാൻ വന്നപ്പോഴും അർജുൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കാര്യം മോന് കൊടുക്കുന്ന ഓരോ സപ്പോർട്ടും ആ പ്രേക്ഷക സപ്പോർട്ട് തന്നെയാണ് അർജുൻ ഇവിടം വരെയൊക്കെ എത്തിയത്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഫീമെയിൽ ടച്ച് എപ്പോഴും പാടുക വരുന്നുണ്ടോ? അന്ന് മഞ്ജരിമാൻ പറഞ്ഞായിരുന്നു ഏതോ ഒരു പാട്ട് പാടിയപ്പോഴത്തേക്ക് അതേ പാട്ടായിരുന്നത് അങ്ങനെ വരുന്നുണ്ടല്ലേ? പക്ഷെ അത് പാടുമ്പോൾ അറിയാൻ പറ്റത്തില്ല. കൊള്ളാം. എനിക്ക് സൗണ്ട് ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു പാട്ടായിരുന്നു. അതാണ് അങ്ങനെ തോന്നുന്നത്. പക്ഷെ ഞാനത് ആ പാട്ട് റിപ്പീറ്റ് ചെയ്ത് കേട്ടായിരുന്നു. നിങ്ങൾ രണ്ടോടെ വെള്ള ഒരുമിച്ച് പാടുന്നത് ഭയങ്കര രസമായിരുന്നു മോനെ. അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ട് കാര്യം വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് വലുത് തന്നെ. അതുപോലെ മറ്റൊരു സപ്പോർട്ടാണ് പ്രേക്ഷക സപ്പോർട്ട്. ഓരോ മോന്റെ എനിക്കൊന്ന് മോന്റെ ഓരോ പാട്ടുകളും ഏറ്റെടുത്ത ഒരുപാട് പ്രേക്ഷകരുണ്ട്. അങ്ങനെ ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ മോനെ? പാട്ട് എന്താണ് ആ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് മോന് പറയാനുള്ളത്? ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കണക്ക് ഇനിയും എൻ്റെ സംഗീത ജീവിതത്തിൽ ഒരുപാട് സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ കേട്ടല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് മോൻ പറഞ്ഞത്. മോന് കിട്ടുന്ന അതേ സപ്പോർട്ട് ഇനിയും തീർച്ചയായിട്ടും അവനുണ്ടാകണം. ഓക്കെ, നമ്മുടെ ആ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ചോദ്യം ഒന്നും ചോദിച്ചാലോ? എന്താണ് അതിന് ഉത്തരം കണ്ടുപിടിച്ചോ? ഒരുമിച്ച് കുടുംബം നിലവിളിക്കുന്ന അക്ഷരങ്ങൾ. കുറച്ച് ഐയും ഓയും. എന്റെ ഗിഫ്റ്റ് പോയി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഇന്ന് ഉത്തരം പറഞ്ഞ എന്റെ ഗിഫ്റ്റ് ഇതാണ്. ഇനി മറ്റൊരു അവസരത്തിൽ വേറൊരു ഗിഫ്റ്റ്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും. ഇപ്പൊ എന്റെ ഇതടക്കം ഒരു സുഹൃത്ത് ഒരു പ്രണവ് കൊല്ലത്തുള്ള അവ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ പാട്ട് പാടുന്ന ഒരു ഡോക്ടർ ആകണമെന്നാണ്. അപ്പൊ എനിക്കൊന്ന് ആരോട് കമന്റ്സ് ഡോക്ടറെ കേജ് ചോദിച്ചാൽ സൗണ്ട് ചോദിക്കുന്നത്. അതുപോലെ മോൻ എന്താണ് ആഗ്രഹം? എനിക്കൊരു മ്യൂസിക് കമ്പോസർ ആവണമെന്നാണ് ആഗ്രഹം. മ്യൂസിക് കമ്പോസർ. അതോടൊപ്പം പഠിത്തവും ജോലി ഒക്കെ ഇതാണ് ആഗ്രഹം. എങ്ങനെയാണ് വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്? എങ്ങനെയാണ് അച്ഛനും അമ്മയൊക്കെ? ഞാൻ കാണുന്നു അച്ഛൻ നല്ലൊരു ഗായകനാണെന്ന് അറിഞ്ഞു. അച്ഛനെ കൊണ്ട് തന്നെ പാട്ട് പഠിപ്പിച്ചിട്ട് കൊടുത്ത് പോവുള്ളൂ. പറഞ്ഞോ. എനിക്ക് അച്ഛനാണ് പാട്ടൊക്കെ പഠിപ്പിച്ചു തരുന്നത്. കൊച്ചിലൊട്ടേ. എത്രാമത്തെ വയസ്സിലാണ് പാട്ട് പഠിക്കാൻ പോയി തുടങ്ങിയത്? ഞാനൊരു 10 വയസ്സിലൊക്കെയാണ് പാട്ട് തുടങ്ങുന്നത്. സ്കൂളിലെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, സമ്മാനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അല്ലേ? മോനെ, ഇനി മോന്റെ അച്ഛനെ അമ്മയോടെ വിളിച്ചിട്ട് നമുക്ക് കുറച്ച് വിശേഷങ്ങളിലൂടെ പോയാലോ? അപ്പൊ ഇതാണ് അർജുന്റെ ചെറിയ കുടുംബം, അമ്മ, അച്ഛൻ. നമസ്കാരം. എന്താണ് ഇപ്പൊ മോനെയൊക്കെ എല്ലാരും ഒക്കെ അറിഞ്ഞു തുടങ്ങി, എന്ത് തോന്നുന്നു? പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ചോദിക്കാറുണ്ടോ ആൾക്കാർ? എന്തൊക്കെ ചോദിക്കാറുണ്ട്? അപ്പൊ അച്ഛനാണോ റീച്ച് അയക്കുന്നത്, അതേ മോനാണോ? ഇപ്പൊ ഇവരുടെ കൂട്ടുകാരും എല്ലാരും ഒക്കെ എന്റെ കൂട്ടുകാരും ഒക്കെ കാണുമ്പോൾ അർജുന്റെ അച്ഛനല്ലേ, അർജുന്റെ അച്ഛനെ എന്നല്ലേ ഇങ്ങനെ ചോദിക്കും. എന്ത് തോന്നുന്നു? അങ്ങനെ അഭിമാനം തോന്നുന്നല്ലേ? കാര്യം നമ്മളൊന്നും ആരും അറിയാവുന്ന സമയത്ത് ഞാൻ പാടുമെന്ന് പോലും നാട്ടുകാർക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഇവന്റെ പാട്ട് കേട്ടിട്ട് ആ ഫേസ്ബുക്ക് ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുമ്പോ എന്റെ ഭാവം നിങ്ങളും പാടുന്നില്ല. അപ്പൊ ഇവൻ കാരണമാണ് നമ്മൾ അറിഞ്ഞു തുടങ്ങി. അല്ല, നമ്മളെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്ലാറ്റ്ഫോം ഇല്ല. ഏതെങ്കിലും ക്ലബിന്റെ പരിപാടിയോ അല്ലെ, അതൊക്കെ ഇവർക്കിടുന്ന ഏറ്റവും വലിയ ഭാഗ്യതാണ്. തീർച്ചയായിട്ടും. ആരാണ് മോന്റെ കൂടെ പ്രോഗ്രാമിനൊക്കെ പോകുന്ന? രണ്ടുപേരും പോകാറുണ്ടോ? നമ്മൾ രണ്ടുപേരും പോകാറുണ്ട്. 8 ദിവസത്തെ പ്രോഗ്രാം ആണ്. 4 ദിവസം ഗ്രൂമിംഗ് ഉണ്ടാവും, 4 ദിവസം ഷൂട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ 8 ദിവസം അവിടെ തന്നെ കാണും. കഴിഞ്ഞിങ്ങനെ പാക്കപ്പ് ചെയ്ത് ചേട്ടാ, അതുപോലെ മകനെ പോലെ തന്നെ അല്ലെങ്കിൽ അർജുനെ പോലെ തന്നെ ചേട്ടനും പാടുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഏത് പാട്ടാണ് പാടുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടെന്ന് വെച്ചാൽ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരുന്ന പാട്ടാണ് പാടുന്നത്. അത് പാടാം, രണ്ടുപേരും പാടാം. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാര മലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാര മലരാക്കൂ, ഇവിടം
വൃന്ദാവനമാക്കൂ. സൂപ്പർ. എന്താണ് അമ്മ മിണ്ടായിരിക്കുന്നത്? മോനെ കുറിച്ച്, മോൻ ഇത്രയും അഭിമാനമായി അല്ലെങ്കിൽ എല്ലാവർക്കും ഇത്രയും ഒരു ഇതായിട്ട് നിൽക്കുകയാണ്, എന്താണ് മോനെ കുറിച്ച് പറയാനുള്ളത്? ഇതുവരെ എത്തിയതിൽ നല്ല സന്തോഷമുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ എത്തി. പിന്നെ നമുക്ക് 2 മക്കളാണുള്ളത്. മൂത്താള് എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ഇപ്പൊ അവർ അമ്പലത്തിൽ പോയിരിക്കുന്നു. ഇന്ന് തന്നെ അമ്പലത്തിൽ അല്ലേ ഇവിടെ വന്നിട്ട് പോയാൽ പോരാ? അല്ല, കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജയുണ്ട്, അങ്ങനെ അത് തൊഴുവാനായിട്ട് പോയിരിക്കുന്നു. പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്കേ അർജുൻ എൻ്റെ അടുത്ത് രഹസ്യമായിട്ടൊരു കാര്യമെന്ന് പറഞ്ഞു, അമ്മ ചെറുതായിട്ടൊക്കെ പാടും, ഇന്ന് പാടിപ്പിക്കണമെന്ന് പറഞ്ഞു. അമ്മക്ക് 2 പേര് പാടിയാലോ? ഇല്ല, ഞാൻ അതെന്ത് പറ്റി? ഇവിടെ നീ പറഞ്ഞില്ലടാ അമ്മ പാടുമെന്ന് പറഞ്ഞില്ല? കണ്ട സത്യം. ഇല്ല, ഞാൻ പാടൂല. ഇവനായി ഇപ്പം ഇത്രയും 10-35ഓളം പാട്ട് അവൻ പാടിയെങ്കിലും സപ്പോർട്ട് ചെയ്യും. ഫുൾ സപ്പോർട്ട്. പാട്ട് പഠിപ്പിക്കാനും ഇത്രയും റിസ്ക് എടുത്തത് ഇവള് മാത്രമാണ്. ഇപ്പൊ ചേട്ടൻ വന്നില്ലേ? അപ്പൊ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പാടുന്ന പാട്ട് കേട്ടാൻ പഠിച്ചിട്ടുള്ളു. അതിനുവേണ്ടി ഞാൻ പാടിപ്പിച്ച് നോക്കിയിട്ടില്ല. പക്ഷെ ഇവളാണ് എല്ലാം പാട്ട്. അമ്മ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അർജുനെ? അമ്മ ഇപ്പോൾ തെറ്റ് പാടുമ്പോ കറക്റ്റ് എനിക്ക് അപ്പൊ അറിയാം, പാട്ടിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഇന്ന് പാടൂല. പാടാ അറിഞ്ഞൂടാ, തെറ്റ് പറഞ്ഞുകൊടുക്കാൻ. പാടിക്കൊണ്ടിരിക്കുമ്പോ എവിടെ ഒരു പാട്ട് പിച്ച് ഔട്ട് ആയിരുന്നാലും വരിതെറ്റിയാലും ആ പാട്ടിന്റെ ഫ്ലോ മാറിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി. അതുപോലെ ഭയങ്കര കഴിവാണ് കേട്ടാ അത് പറഞ്ഞു കൊടുക്കും മോനെ. അപ്പൊ അതുപോലെ അതേപോലെ ഒരു ഭാഗ്യമാണ് അച്ഛനും അമ്മയും അല്ലേ? എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ഭാഗ്യമാണ് നീ ചെയ്യുന്ന. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പൊ അർജുനെ, നമുക്ക് ഇനി അടുത്തൊരു പാട്ട് ഏതാണ് മോൻ പാടുന്നത്? അടുത്ത സ്വർണ്ണഗോപുര നർത്തകീ ശില്പം. അടിപൊളി പാട്ട്. ആ പാട്ടൊക്കെ സന്നിധാനത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്. പാടും. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായുജ്യം നിൻരൂപം. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായുജ്യം നിൻരൂപം. ഏതൊരു കോവിലും ദേവതയാക്കും, ഏതൊരു കോവിലും ദേവതയാക്കും. ഏത് പൂജാരിയും പൂജിക്കും നിന്നെ, ഏത് പൂജാരിയും പൂജിക്കും. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായോജ്യം നിൻരൂപം. ഞാൻ ഇങ്ങനെ കേട്ടോടെ ഇരിക്കുന്നത്, തീരുന്നത് ഞാൻ അറിഞ്ഞില്ല. എന്തൊരു ഫീലടാ. സൂപ്പർ. താങ്ക് യു ചേട്ടാ. അതുപോലെ മോനെ ഇവിടം വരെയൊക്കെ എത്തി. ഒരുപാട് കടപ്പാടുകളുണ്ടാവും, ഒരുപാട് പേര് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ പറയും ഒരുപാട് കടപ്പാടുകൾ നമുക്ക് പറയാനുണ്ടാകും. ആരടുത്തൊക്കെയാണ് കടപ്പാടുള്ളത്? കടപ്പാടിന്റെ കാര്യം പറയണമെങ്കിൽ ആദ്യം പറയേണ്ടത് ഇവനെ ഇതുവരെ എത്തിച്ച അമൃത ചാനലാണ്. കാരണം ഇത്രയും സപ്പോർട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരു കുട്ടികൾക്കും കിട്ടാനില്ല. അതാണ് സത്യാവസ്ഥ. മറ്റുള്ള ചാനലിൽ നമ്മൾ പോയിട്ടില്ല, അത് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ഇവന് കിട്ടിയ ഈ പ്ലാറ്റ്ഫോം 100% ഇവന് സപ്പോർട്ടാണ്. ഗ്രൂമേഴ്സ് ആയിരുന്നാലും ജഡ്ജസ് ആയിരുന്നാലും അതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരാളുടെ പേരെടുത്ത് അരുൺ എന്ന് പറയും. അരുൺ എന്ത് സപ്പോർട്ടാണെന്ന് അറിയാമോ ഈ കുട്ടികളെല്ലാവരുടെ എന്ത് ആവശ്യത്തിനും. പിന്നെ നമുക്ക് അവിടെ ചെന്നാൽ ഒരു ബുദ്ധിമുട്ടില്ല. ഫുഡിൻ്റെ ആയിരുന്നാലും എല്ലാ കാര്യത്തിനും ഫുൾ സപ്പോർട്ടാണ് നമുക്ക് ആ ചാനൽ. അതുകൊണ്ടും ഒക്കെയാണ് ഇവ ആ ഒരു നിലയിലെത്തിയത്. അതിനാദ്യം ചാനലിനോട് നന്ദി പറയാം. പക്ഷേ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഇവൻ അവസാന റൗണ്ട് വരെ എത്തുന്നത്. ഭയങ്കര പ്രതീക്ഷ. നമുക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമുക്കും പ്രതീക്ഷ ഇവൻ ഫൈനലിൽ എത്തും എന്നുള്ള പ്രതീക്ഷ. പെട്ടെന്ന് അവന്റെ സൗണ്ടിന് ഒരു ചേഞ്ച് വന്നതിന്റെ എല്ലാവർക്കും ഭയങ്കര വിഷമമായി പോയി. ചേഞ്ച് വന്നതിന്റെ പേരിലാണ് അവൻ ഫൈനലിൽ വരെ എത്താൻ പറ്റാതായത്. നമുക്ക് ഒരുപാട് നിരാശയുണ്ട്. പക്ഷെ അവൻ ഇനിയും ശ്രമിക്കുന്നുണ്ട്. ഇനി അടുത്ത ഏതെങ്കിലും ഒരു മോനെ എന്റെ ഒരു അനുഭവം വെച്ച് പറഞ്ഞു, ഓരോ പരാജയം ഓരോ വിജയത്തിന് തുടങ്ങുന്നു. അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളിവിടെ വീണ് പോയി, ഒരിക്കലുമല്ല. പക്ഷെ നമ്മൾ ആ വീണെടുത്ത് നിന്ന് നമുക്കൊരു തുടക്കം ഉണ്ടാവും. അനുഭവം അനുഭവം കൊണ്ട് ഞാൻ എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെവിടെയും ഒരു പരാജയം നല്ല അതിന് വാക്ക് പറയുന്നത്, നമ്മളെവിടെയും നിലച്ചു പോയാൽ നമ്മൾ അവിടെ നിന്ന് തുടങ്ങും, അവിടെ നിന്ന് വിജയിക്കും. അതാണ് എൻ്റെ സത്യം എന്ന് പറയുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇവരെ സ്കൂളിൻ്റെ പഠിക്കുന്ന സ്കൂള് നല്ല സപ്പോർട്ടാണ്. ഞാൻ മോനെ പോയിട്ട് വാ, നല്ലോണം പാടണം, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇവന് ക്ലാസ് ടീച്ചർ ആയിരുന്നാലും അവിടുത്തെ പ്രിൻസിപ്പൾ ആയിരുന്നാലും ഇവന് ഫുൾ സപ്പോർട്ടായിരുന്നു. കുറച്ച് കോസ്റ്റ്യൂമൊക്കെ മേടിക്കാൻ എൻ്റെ ടീച്ചർ പൈസ തീർച്ചയായിട്ടും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ടീച്ചർ മ്യൂസിക് ടീച്ചർ മ്യൂസിക് ടീച്ചർ തീർച്ചയായിട്ടും അത് പറഞ്ഞപ്പോൾ എനിക്ക് ചേട്ടൻ്റെ കണ്ണ് നിറഞ്ഞു.
സത്യം. പിന്നെ നമ്മളെ ബന്ധുക്കളൊക്കെ നമ്മൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഗ്രൂമേഴ്സ് റജി മാഡം, രൂപേഷ് സാർ, ഈ രണ്ടുപേരും ഇവനെ വലിയ കാര്യമാണ്. പിന്നെ അതുപോലെ മോനെ അധ്യാപകരെ, മ്യൂസിക് അധ്യാപകരെ, പിന്നെ ഇവനെ പാട്ട് പഠിപ്പിക്കുന്ന സാറിന് ബാബു സാറാണ്. വർക്കല ഗുരുകുലത്തിൽ പഠിപ്പിക്കുന്ന ബാബു സാറാണ് ഇവന്റെ മ്യൂസിക് ടീച്ചർ. ഈ 10-35 പാട്ട് ഇവൻ അമൃത ചാനലിൽ പാടിയിട്ടുണ്ടെങ്കിൽ ഈ പാട്ട് 35 പാട്ടും സാർ തന്നെയാണ്. ഭാഗ്യം തന്നെയാണ് എല്ലാം കൊണ്ടും. ഓക്കെ മോനെ, ഇപ്പോൾ ഞങ്ങളുടെ കലാനികേതൻ ഓൺലൈൻ മീഡിയ, കലാനികേതൻ യൂട്യൂബ് ചാനലിന്റെ വകയായിട്ട് മോനൊരു ഗിഫ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. ഇത് നമ്മള് ഉണ്ടാക്കി കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാം, താങ്ക് യു. സൂപ്പർ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്രയും നാളും മോനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, പ്രേക്ഷകർക്കായാലും അതല്ലെങ്കിൽ ഇവർ ആ ടീമിനായാലും, ഇനിയും തുടർന്നും മോനെ എല്ലാ പ്രോഗ്രാമിനും സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഈശ്വര കടാക്ഷം എപ്പോഴും, പ്രത്യേകിച്ചും നിങ്ങൾക്ക് കിട്ടിയ ഒരു വരദാനമാണ് മോൻ. കാര്യം ഇത്രയും അവന് ഇനിയും ഉയരങ്ങളിൽ എത്തും. ഒരുപാട് പേര്, ഞാൻ പറഞ്ഞില്ലേ, അവന് എവിടെ പോയാലും അർജുനാണെന്ന് പറഞ്ഞാൽ അർജുനെ തിരിച്ചറിയുന്ന ഒരു സൊസൈറ്റി ഇന്നിപ്പോൾ ആയിട്ടുണ്ട്. ഇനിയും വലിയ വലിയ പ്രോഗ്രാമിലൊക്കെ എത്തിപ്പെട്ട് വലിയൊരു മോൻ്റെ ആഗ്രഹം പോലെ തന്നെ ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുമെന്ന് ജഗദീഷിനോട് നമുക്കും പ്രാർത്ഥിക്കാം.